ഇന്ന് വേടനുമായി ബന്ധപ്പെട്ടിട്ട് പല ചാനലുകളുടെ ഹെഡ്ലൈൻസൊക്കെ കാണാൻ പറ്റി. വളരെ ക്രൂരമായിട്ടല്ലേ അവർ വേടനക്ക് നേരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വേടനും സംഘവുമുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് 9 പേരടങ്ങുന്ന ഒരു ഫ്ലാറ്റിൽ നിന്ന് 5-6 ഗ്രാം അടങ്ങുന്ന കഞ്ചാവ് കണ്ടെടുത്തു. ആ കഞ്ചാവിൻ്റെ വിഷയത്തിൽ ഇത് കേൾക്കുന്നവർക്കും ഇത് കണ്ടെത്തിയവർക്കൊക്കെ അറിയാം, ഇത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുള്ളൂ. കാരണം അത്രയും കുറവ് ആണ് ഇവരെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത്. കയ്യിൽ നിന്നല്ല, ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ അദ്ദേഹം എഴുതിയ വരികളെ പോലും വികൃതമായിട്ട് കാണിച്ച പല പ്രമുഖ ചാനലുകളും ഉണ്ടായിരുന്നു അല്ലേ? നമ്മളൊക്കെ കണ്ടതാണ്. വേർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന ആ വരികൾ വളരെ വികൃതമാക്കിയിട്ട് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രമുഖ ചാനൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് നേരെ വീണ്ടും ഒരു കേസ് വരികയാണ്. എന്താണ് ആ കേസ്? പുലിപ്പല്ല് കഴുത്തിലണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുലിപ്പല്ല് ലോക്കറ്റായിട്ട് കഴുത്തിലണിഞ്ഞതാണ് അടുത്ത കേസ്. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ആ കേസ് എടുത്തിട്ടുള്ളത്. ഇന്ന് പുലിപ്പല്ല് അണിഞ്ഞുകൊണ്ട് പല വേദികളിലും വന്നിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് ഇവരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അവർക്ക് പിന്നാലെ കേസുമായിട്ട് പോകാത്തത്? പുലിപ്പല്ല് മാത്രമല്ലല്ലോ, ആനക്കൊമ്പ് വീട്ടിൽ സൂക്ഷിച്ച് വെച്ച ആളുകളില്ലേ ഇവിടെ? അവർക്ക് നേരെ ഇതേപോലെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു, അവരെ ജയിലിൽ അടച്ചിരുന്നു. അവർക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് എന്തുകൊണ്ടാണ് വേടൻക്ക് കിട്ടാതിരിക്കുന്നത്? ഇവിടെയാണ് പല ആളുകൾക്കും സംശയം വരുന്നത്. വേടൻക്ക് നേരെ ഉണ്ടാക്കിയ കേസുകൾ കള്ളക്കേസുകളാണോ? അതല്ല, ഒരു കേസ് ഉണ്ടായപ്പോൾ വേടനെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ കാത്തിരുന്ന ആളുകൾ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ള സംശയങ്ങൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റു കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജും എന്തുകൊണ്ടാണ് വേടൻക്ക് കിട്ടാതിരുന്നത്? വേടൻ്റെ ജാതിയാണോ പ്രശ്നം? അതല്ല, വേടൻ പറയുന്ന രാഷ്ട്രീയമാണോ ഇവിടുത്തെ ആളുകളുടെ വിഷയം? വേടൻ ഓരോ വേദിയിലും വന്നുകൊണ്ട് പറയുന്ന ഓരോ കാര്യവും കൊള്ളേണ്ടവർക്ക് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് വേടൻക്ക് നേരെ വരുന്ന ഈ സൈബർ ആക്രമണവും ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ. ഒരു സംശയം വേണ്ട, വേടൻ പറയുന്നത് കൃത്യമായിട്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട്. വേടനെ പോലെ ഇത്രയും നിലപാട് സ്വീകരിക്കുന്ന ഏത് കലാകാരന്മാരാണ് ഇന്ന് കേരളത്തിലുള്ളത്? സമകാലിക വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിലപാട് അറിയിക്കുന്ന ഏത് കലാകാരന്മാരാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്? സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കാര്യം തന്നെയാണ് വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേടൻ പറയുന്നതിലെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്, നമ്മളൊക്കെ പറയുമ്പോൾ 1-2 പേരായിരിക്കും കേൾക്കുക, അല്ലെങ്കിൽ 1-2 പേരായിരിക്കും അത് ഏറ്റെടുക്കുക. പക്ഷേ വേടൻ പറയുന്നത് നിറഞ്ഞ ഒരു സദസ്സിലാണ്, അതും യുവാക്കൾക്ക് മുന്നിലാണ് ഈ വിഷയങ്ങൾ വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2K കിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ കഞ്ചാവാണ്, അവർ MDM ആണ്, അവർ ഈ ഭൂമിക്ക് ഭാരമാണ്, അവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് വേടൻ കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ സമകാലിക വിഷയങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടുത്തെ ഏതൊരു രാഷ്ട്രീയക്കാരനും കൊള്ളും, അതിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ? ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വെക്കുന്ന പരിപാടികളിലില്ലാത്ത ജനപങ്കാളിത്തം, യുവാക്കളുടെ ജനപങ്കാളിത്തം ഉള്ളത് വേടനെ പോലെയുള്ള ആളുകളുടെ പരിപാടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പാർട്ടിയുടെ വേദിയിൽ പറയുന്നതിനേക്കാൾ 100 ഇരട്ടി എഫക്റ്റ് ചെയ്യുന്നതും വേടനെ പോലെയുള്ള ആളുകൾ പറയുമ്പോഴാണ്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വേടനക്ക് നേരെ ഇത്രയും ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ, അതിലൊന്നും ഒരു സംശയവുമില്ല, അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന പ്രിവിലേജ് എന്തുകൊണ്ട് വേടനക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ ആർക്കും സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2, വേടൻ എന്ന കലാകാരനെ നമ്മൾ എന്തിനാണ് തകർക്കാൻ നോക്കുന്നത്? വേടൻ എന്ന കലാകാരനെ നമ്മൾ തകർക്കാൻ നോക്കേണ്ട. കാരണം വേടനെ പോലെയുള്ള ഒരു കലാകാരനെ കേരളത്തിന് കിട്ടിയത് നമ്മുടെ അഭിമാനമാണ്.
പല ആളുകളും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ നിവർന്നു നിന്നുകൊണ്ട് പറയുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് വേടൻ. അത് എന്തുകൊണ്ടാണെന്നറിയോ? പല ആളുകളും ഇന്ന് പൊതുവേദിയിൽ വന്നുകൊണ്ട് ഒരു നിലപാട് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ് അവർ പറയുക. അവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ലാഭം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ പറയുക. പക്ഷേ വേടൻ പറയുന്നത് ഒരു ലാഭവും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇന്നത്തെ സമകാലിക വിഷയങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ലാഭവും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ലാഭം എന്ന് പറയുന്നതാണ് ഇന്ന് അദ്ദേഹത്തിന് നേരെ സോഷ്യൽ മീഡിയകളിൽ വളരെ മോശമായിട്ട് പല ആളുകളും എഴുതിക്കൊണ്ടിരിക്കുന്നത്. പല വീഡിയോയ്ക്ക് താഴെയും കാണുന്ന കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ ആ വ്യക്തിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സാധാരണക്കാർക്ക് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ ഇവിടുത്തെ നിയമങ്ങൾ കൊടുക്കട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ തിരിച്ച് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ പൂർവാധിക ശക്തിയോടെ സ്വീകരിക്കാൻ കേരളത്തിലെ യുവാക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിലൊരു സംശയം ആർക്കും വേണ്ട. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇനിയും അദ്ദേഹം ഇതേപോലെയുള്ള വേദികളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വിപ്ലവമൊന്നും ഇവിടുത്തെ മറ്റു ഒരു കലാകാരന്മാരും ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം.